ിടെ ഉറഞ്ഞു തുള്ളിയ വിദേശ വനിതയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സ്പെയിനിൽ നിന്നുള്ള നിത്യശ്രീ പൌള സെക്കാറയാണ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആ യുവതി. ഭാരതീയ സംസ്കാരത്തെയും ആത്മീയതയെയും അറിയാനുള്ള നിത്യശ്രീയുടെ യാത്ര തുടങ്ങുന്നത് മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ടുമുട്ടിയത് മുതലാണ്. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ഭരണി ദിവസത്തെ കാവ് തീണ്ടൽ ദിവസം നടന്ന ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ആദ്യമേ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. ഭരണി നാളിനു തലേ ദിവസം അശ്വതി നാളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് കാവ് തീണ്ടൽ. ചിലപ്പോൾ കാവ് പൂകൽ എന്നും ഈ ചടങ്ങ് അറിയപ്പെടുന്നു. അശ്വതി ദിവസം രാവിലെ 7 മണിക്ക് പുരപ്പാടത്ത് കാവിൽ നിന്നുള്ള വള്ളോൻ ആഘോഷമായി വന്ന് ക്ഷേത്രത്തെ വലം വെക്കുന്നു. അന്ന് ഉച്ചക്ക് 12 മണിയോടെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നട അടച്ചുപൂട്ടും. പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുകയില്ല. അത്താഴ പൂജയ്ക്ക് ശേഷം അശ്വതി പൂജ എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങ് കൂടി നടത്തപ്പെടുന്നു. ദേവിയുടെ പ്രതിഷ്ഠയിൽ നിന്നും ആഭരണങ്ങൾ എല്ലാം അഴിച്ചുമാറ്റി തൃച്ചന്ദനപ്പൊടി ചാർത്തുന്നു. ഭഗവതി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം. ദാരികനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ഭഗവതിക്കുള്ള ചികിത്സ എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള വിശ്വാസം. ഇതിനുശേഷം നട തുറന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ദേവിയുടെ ഭക്തന്മാരും യോഗക്കാരും ചേർന്ന് ആനയിച്ചു കൊണ്ടുവരുന്നു. അദ്ദേഹം കിഴക്കേ നടയിലുള്ള നിലപാട് തറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ കാവ് തീണ്ടൽ അഥവാ കാവ് പൂകൽ ആരംഭിക്കും. കാവ് തീണ്ടൽ എന്ന് പറയുന്നത് ആദ്യകാലത്ത് കാവുമായി ബന്ധമുണ്ടായിരുന്ന എല്ലാ ജാതിക്കാർക്കും പിന്നീട് ക്ഷേത്രം വിലക്കപ്പെട്ടപ്പോൾ വർഷത്തിലൊരിക്കൽ കാവിൽ പ്രവേശിക്കാനായി ഒരുക്കപ്പെട്ട ദിനമായി ഓർമ്മയ്ക്കായി ദേവി ഭക്തന്മാരും കോമരങ്ങളും ഉറഞ്ഞു തുള്ളുന്നു. 3 വട്ടം ക്ഷേത്രത്തെ വലം വെക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലെ ചെമ്പ് പലകയിൽ അടിച്ചുകൊണ്ടാണ് ഈ പ്രദർശനം. രേവതി നാളിൽ കോമരങ്ങളെയും ഭക്തജനങ്ങളെയും കൊണ്ട് കാവ് നിറയുന്നു. ഓരോ ദേശത്തു നിന്നും എത്തുന്നവർക്ക് അവരുടേതായ ആൽത്തറകൾ കാവിലുണ്ട്. അവകാശത്തറകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം. ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ ശ്രീചക്ര സമേതനായി പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് എന്നതാണ് പ്രധാന പ്രത്യേകത. ഇതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. കാശ്മീർ താന്ത്രിക രീതിയായ രുരുജിത്ത് വിധാനത്തിലുള്ള ക്ഷേത്രമാണിത്. ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ പ്രസിദ്ധ പ്രത്യക്ഷ ഫലം നൽകുന്ന ഭഗവതി അഥവാ പ്രത്യക്ഷ ദൈവം, പ്രത്യക്ഷമൂർത്തി എന്ന് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നു. ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളായ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി എന്നിവരുടെ ഗണപതി, വീരഭദ്രൻ എന്നിവരോടൊപ്പമുള്ള അപൂർവമായ പ്രത്യേക പ്രതിഷ്ഠയും ഇവിടെ കാണാവുന്നതാണ്. കേരളത്തിൽ ഇന്ന് കാണപ്പെടുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുരുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ കേരളത്തിലെ മറ്റ് 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം ആയിട്ടാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. പരമശിവൻ ആണ് ക്ഷേത്രനാഥൻ. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു. 108 ശിവാലയ സ്തോത്രങ്ങളിൽ ഇത് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ശിവനേക്കാൾ പ്രാധാന്യം ഭഗവതിക്കാണ്. ഉപദേവതകളായി ഗണപതി, വീരഭദ്രൻ, ക്ഷേത്രപാലകൻ, തവിട്ടുമുത്തി, വസൂരിമാല, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മകരമാസത്തിലെ താലപ്പൊലി, മീനമാസത്തിലെ ഭരണി മഹോത്സവം, കന്നിമാസത്തിലെ നവരാത്രി, മേടമാസത്തിലെ ചന്താട്ടം, മകരച്ചൊവ്വ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. പൊതുവെ ഈ ദിവസങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് ഉണ്ടാവുക. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ശാക്തേയ കൗളമാർഗത്തിലുള്ള
പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. കുന്നത്ത് മഠത്തിൽ, നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം. പുരാതനമായ മാതൃദൈവ സങ്കല്പം, ഓർവരത, കാർഷിക സംസ്കാരം എന്നിവയുടെ പിന്തുടർച്ചയാണ് ഈ ക്ഷേത്രം എന്ന് കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ. ചൊവ്വ, വെള്ളി, ശനി, പൗർണമി, അമാവാസി, മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രാധാന്യം നൽകുന്നു. വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി അടിക്കുവാനുള്ള അവകാശം പ്ലാപ്പള്ളി, തേരോടം എന്നീ 2 വീടുകളിലെ സ്ത്രീകൾക്കാണുള്ളത്. എല്ലാ നടക്കലുമുള്ള ദീപസ്തംഭങ്ങൾ തെളിയിക്കലും പ്രസാദങ്ങൾ കൊടുക്കലും വടക്കേ നടയിലുള്ള ആൽത്തറകളിൽ ഉരുരുട്ടാതി മുതൽ ഇരുന്ന് കന്നി വെളിച്ചപ്പാടന്മാരെ വെട്ടിത്തെളിയിച്ചും വാളും ചിലമ്പും കൊടുക്കാനുള്ള അധികാര അവകാശങ്ങളും മേൽപ്പറഞ്ഞ 2 വീടുകളിലെയും ആണുങ്ങൾക്കുള്ളതാണ്. പരമശിവനാണ് ക്ഷേത്രനാഥൻ. പുരാതന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു. 108 ശിവാലയ സ്തോത്രങ്ങൾ ഇത് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ശിവനേക്കാൾ പ്രാധാന്യം ഭഗവതിക്കാണ്. ഉപദേവതകളായി ഗണപതി, വീരഭദ്രൻ, ക്ഷേത്രപാലകൻ, തവിട്ടുമുത്തി, വസൂരിമാല, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മകരമാസത്തിലെ താലപ്പൊലി, മീനമാസത്തിലെ ഭരണി മഹോത്സവം, കന്നിമാസത്തിലെ നവരാത്രി, മേടമാസത്തിലെ ചാന്താട്ടം, മകരച്ചൊവ്വ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ. പൊതുവെ ഈ ദിവസങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് ഉണ്ടാവുക. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്ര നിർമ്മാണം നടത്തിയത്. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്കുമാറി ദേശീയപാത 66 ചേർന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി കുരുമ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ചേരൻ ചെങ്കുട്ടവൻ ആദ്യമായി കണ്ണകി പ്രതിഷ്ഠ നടത്തിയത്. ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരകശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിൽക്കാലത്ത് നിലവിൽ വന്നതാണ് ഇന്ന് കാണുന്ന ഭഗവതി ക്ഷേത്രം. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ശാക്തേയ കൗളമാർഗത്തിലുള്ള പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. കുന്നത്ത് മഠത്തിൽ, നീലത്ത് എന്നീ അടികൾ കുടുംബക്കാരാണ് പരമ്പരാഗതമായി പൂജാധികാരം. പുരാതനമായ മാതൃദൈവ സങ്കല്പം, ഊർജ വരത, കാർഷിക സംസ്കാരം എന്നിവയുടെ പിന്തുടർച്ചയാണ് ഈ ക്ഷേത്രം എന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ചൊവ്വ, വെള്ളി, ശനി, പൗർണമി, അമാവാസി, മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയവയാണ് ദർശനത്തിന് പ്രധാനം. മീനഭരണിക്ക് 10 ദിവസം മുൻപാണ് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ്. ആദ്യകാലങ്ങളിൽ നടക്കൽ കോഴിയെ അറുത്ത് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. മൃഗബലി പൊതുക്ഷേത്രങ്ങളിൽ നിരോധിച്ചതുമൂലം അതിനു പകരമായി ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. കൂടാതെ പ്രതീകാത്മകമായി കുമ്പളങ്ങ മുറിക്കലും കോഴിയെ പറപ്പിക്കലും നടത്തിവരുന്നു. നിരോധനം വരുന്നതിന് മുൻപ് വടകരയിലെ തച്ചോളി വീട്ടിലെ അവകാശമായിരുന്നു ആദ്യത്തെ കോഴിയെ ബലി കഴിക്കുക എന്നത്. മാസത്തിലെ കൊടിയേറ്റത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ആശാരിയും തട്ടാനും ചേർന്ന് നടത്തുന്ന ഒന്നുണ്ട്. വീരാശാരിയും മലയൻ തട്ടാൻ എന്ന് വിളിക്കുന്ന തട്ടാനുമാണവർ. തട്ടാൻ മണികിലുക്കി അമ്പലം വലം വെച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നു. തുടർന്ന് പ്ലാപ്പള്ളി തറവാട്ടിലെ മൂത്താന്മാർ ക്ഷേത്രം ശുദ്ധമാക്കുന്നു. അതോടെ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാ ആലിന്മേലും ഗോപുരത്തിലും കൊടിക്കൂറകൾ കെട്ടുന്നു. അതോടെ ഭരണിക്കാലം ആരംഭിക്കുകയായി. മീനത്തിലെ തിരുവോണ ദിവസം മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം തുടങ്ങും. എല്ലാ ദേശത്തു നിന്നും ജനങ്ങൾ സംഘം ചേർന്ന് ഭരണിക്കാരായി വന്നു ചേരുന്നു. അശ്ലീലം കലർന്ന നാടൻ പാട്ടുകളോ പുരാണ കഥകളോ ഭഗവതി സ്തുതികളോ പാടി മണി കെട്ടിയ വടിയുമായാണ് അവർ വരിക. ഭഗവതിയെപ്പോലെ വാളും ചിലമ്പും പൂമാലകളും ധരിച്ച കോമരങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടാകും. വയനാട്, കണ്ണൂർ, തലശ്ശേരി, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് സംഘമായി കാൽനടയായി വരുന്നവരും ഉണ്ട്. ഭരണിക്ക് പോകുന്നതിന് 7 ദിവസത്തെ വ്രതാചരണം അത്യാവശ്യമായിരുന്നു. ശബരിമലക്ക് പോകുന്നത് പോലെ സന്നാഹങ്ങളും പൂജകളും കഴിച്ചാണ് അവർ എത്തിച്ചേരുന്നത്. പലരും കുടുംബക്ഷേത്രങ്ങളിലും കാവുകളിലും പൂജകൾ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകാം എന്നും ആദിമകാലങ്ങളിൽ നിരവധി കോഴികളെ അറുത്ത് വെള്ളത്തിനു പകരം മദ്യം തർപ്പണം ചെയ്യുന്ന പതിവായിരുന്നു. ശാക്തേയ പൂജയ്ക്ക് ജാതിയോ താന്ത്രിക ആചാരങ്ങളോ നിർബന്ധമില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ.
വരിക്കപ്ലാവിൽ നിർമ്മിച്ച ബിംബത്തിൻ്റെ ദർശനം വടക്കോട്ടാണ്. ദാരുബിംബത്തിന് എടുത്തുമാറ്റാവുന്ന ഒരു സ്വർണ്ണഗോളകയുമുണ്ട്. ദാരിക വധത്തിന് ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപത്തിൽ ഉഗ്രമായ രൗദ്രഭാവത്തിലാണ് ഇരിക്കുന്നത്. കാളിയുടെ നിറം കറുപ്പാണ്. ചാന്താട്ടം ചെയ്യുന്നതിനാൽ വിഗ്രഹവും കറുപ്പ് നിറത്തിലാണ്. പ്രതിഷ്ഠയ്ക്ക് പീഠത്തോടുകൂടി ഉദ്ദേശം 6 അടി ഉയരമുണ്ട്. വലത്തേക്കാൽ മടക്കി ഇടത്തോട്ട് തൂക്കിയിട്ട രൂപത്തിലാണ് ഇരിപ്പ്. തലയിൽ കിരീടമുണ്ട്. ഭഗവതിയുടെ ഇടത്തെ കാതിൽ ആനയും വലത്തെ കാതിൽ സിംഹവുമാണ് കമ്മലായിട്ടുള്ളത്. മുഖത്ത് ദ്രംഷ്ടകളുണ്ട്. ബിംബത്തിൽ വൃത്താകാരത്തിലുള്ള താലിമാലകളും വഴിപാടായി ലഭിച്ചിട്ടുള്ള നിരവധി ആഭരണങ്ങളും ചാർത്താറുണ്ട്. ഭഗവതിക്ക് 8 കൈകൾ കാണുന്നുണ്ട്. എങ്കിലും കൈകളിലുള്ള ആയുധങ്ങൾ വ്യക്തമായി കാണാൻ കഴിയില്ല. 8 കൈകളിൽ വലതുഭാഗത്ത് മുകളിൽ നിന്ന് താഴോട്ട് ആദ്യത്തേതിൽ ത്രിശൂലവും, രണ്ടാമത്തേതിൽ ഘടാകവും, മൂന്നാമത്തേതിൽ കൈ മുന്നിലേക്ക് മടക്കി മേൽവയറിനോട് നിൽക്കുന്നതിനാൽ നന്ദകം വാളും, നാലാമത്തേതിൽ ദാരിക ശിരസുമാണുള്ളത്. ഇടതുഭാഗത്ത് ഒന്നാമത്തേതിൽ മണിനാഗവും, രണ്ടാമത്തേതിൽ ചിലമ്പും, മൂന്നാമത്തേതിൽ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച വട്ടകവും, നാലാമത്തേതിൽ ഓട്ടുമണിയുമാണ് കാണാൻ കഴിയുക. പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ അഷ്ടബന്ധമിട്ട് പീഠത്തിലുറപ്പിച്ച ബലിക്കല്ലുമുണ്ട്. ഇതിന് പ്രത്യേക സ്വർണ്ണഗോളകയും പ്രഭാമണ്ഡലവുമുണ്ട്. ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മൊത്തം വിസ്തീർണം 10 ഏക്കറാണ്. ചതുരാകൃതിയിലുള്ള ചുറ്റമ്പലത്തിനുള്ളിലാണ് ശ്രീകോവിൽ. ധ്വജപ്രതിഷ്ഠയില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിരവധി അരയാലും പേരാലുമുണ്ട്. ഇങ്ങനെയുള്ളൊരു ഭയങ്കരൻ തല്ലി വസിച്ചു സഹിച്ചിടാതെ നാട്ടിലും സാധുവാനുള്ള മനുഷ്യരെ ചെയ്തു വസിച്ചിടും. പുണ്യാതിപാവനം കണ്ട വീട്ടിൽ ചെന്നു ഹാസ്യഭാവത്തിൽ നടന്നുകൊണ്ട് പുണ്യാതിപാവനം കണ്ട വീട്ടിൽ ചെന്നു ഹാസ്യഭാവത്തിൽ നടന്നുകൊണ്ട് അധികമായ ക്ഷേത്ര നിർമ്മാണ ശൈലി പരിശോധിക്കുമ്പോൾ ശിവക്ഷേത്രത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ളതായി കാണുന്നു. ശിവന്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടാണ് മണ്ഡപത്തിൻ്റെ നിർമ്മാണ രീതി. തിടപ്പള്ളി, വലിയ ബലിക്കല്ല്, നാലമ്പലം, ആനപ്പന്തൽ, മണ്ഡപം, ബലിക്കല്ലുപുര,
ഗണപ്രതിഷ്ഠ, സപ്തമാതൃകകൾ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിൻ്റെ ശില്പശാസ്ത്ര വിധി പ്രകാരമാണ്. ശിവൻ്റെ ശ്രീകോവിലിന് നേർക്കാണ് മുഖമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. മുഖമണ്ഡപത്തിൻ്റെയും ബലിക്കല്ലുപുരയുടെയും തട്ട് നവഗ്രഹങ്ങൾ കൊത്തിയ ഒറ്റപ്പലകയിൽ തീർത്തതാണ്. മണ്ണുത്തരം, ചുറ്റുത്തരം മുതലായവയിൽ രാമായണം, മഹാഭാരതം എന്നിവയുടെ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ കരിങ്കൽ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളും കാണാം. ശ്രീകോവിലിൻ്റെ കിഴക്കുഭാഗത്ത് ഒരു രഹസ്യ അറയാണ്. ഈ അറയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാതിലുണ്ട്. അതിൻ്റെ മുഖം ശ്രീകോവിലിലേക്കാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ഈ കവാടം എല്ലായ്പ്പോഴും ചുവന്ന പട്ടുവിരിച്ച് മൂടിയിട്ടിരിക്കും. രഹസ്യ അറയ്ക്ക് ശ്രീമൂലസ്ഥാനം എന്നും പറയുന്നു. പരശുരാമൻ സൃഷ്ടിച്ച മഹാമേരു ചക്രവും ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും ഒപ്പം സംഹാരമൂർത്തിയായ രുതിരമഹാകാളിയുടെ പ്രതിഷ്ഠയും ഈ രഹസ്യ അറയിൽ ഉണ്ടെന്ന് വിശ്വസിച്ചു വരുന്നത്. ചേരൻ ചെങ്കട്ടുവൻ മൂലപ്രതിഷ്ഠ നിർവഹിച്ച സ്ഥലമായ ശ്രീമൂലസ്ഥാനമാണ് രഹസ്യ അറയാക്കിയിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ശ്രീകോവിലിലേക്ക് മാത്രം ഒരു ചെറിയ കവാടമുള്ളതും മറ്റു ഭാഗങ്ങൾ കരിങ്കല്ല് കൊണ്ട് അടച്ചു കെട്ടിയതുമായ രഹസ്യ അറയുടെ കവാടത്തിന് ഏകദേശം 3 അടി ഉയരവും 2 അടി വീതിയും കാണും. കവാടത്തിലേക്ക് കയറി ചെല്ലാൻ 3 തൃപ്പടികളും ശ്രീകോവിലിനുള്ളിലുണ്ട്. ക്ഷേത്രത്തിലെ ശിവന്റെ നടക്കയിലുള്ള മണ്ഡപത്തിൻ്റെ വടക്കേ അറ്റത്തായി നാലമ്പലത്തിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് 2 നിലയുള്ള പള്ളിമാടം. നിത്യേന വിളക്കുവയ്പ് നടത്തുന്ന പള്ളിമാടത്തിലാണ് ഭഗവതിയുടെ പള്ളിവാളും ചിലമ്പും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അശ്വതി കാവ് തീണ്ടലിന് നടയടച്ച ശേഷം പൂയം നാളിൽ നട തുറക്കുന്നതുവരെ വഴിപാടുകൾ ഭക്തജനങ്ങൾ പള്ളിമാടത്തിന് മുന്നിലാണ് അർപ്പിക്കാറ്. ദുഷ്ടനായ ദാരികാസുരനിൽ നിന്ന് സമസ്ത ലോകത്തെ രക്ഷിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ജനിക്കുകയും നാരിക നിഗ്രഹത്തിനു ശേഷം കോപം ശമിക്കാത്ത ദേവിയുടെ കോപമകറ്റുവാൻ വേണ്ടി ഭൂതഗണങ്ങൾ തെറിപ്പാട്ടും ബലിയും നൃത്തവുമായി ദേവിയുടെ കോപം ശമിപ്പിച്ചു. ദേവി സന്തുഷ്ടയാവുകയും അതിൻ്റെ പ്രതീകമായാണ് ആചാരവും അനുഷ്ഠാനവുമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ ഭാഗമായി ഭക്തർ മുളംതണ്ടിൽ താളമിട്ട് ദേവീസ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് 3 വലം വെച്ച് ചെമ്പോലത്തകിടുകളിൽ അടിക്കുകയും ചെയ്യുന്നു. ചെമ്പട്ടൊടുത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു. അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചകാര പൂജയിലൂടെ മത്സ്യം, മാംസം, മൈഥുനം തുടങ്ങിയ 5 മകാരങ്ങൾ പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം. ഇത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പ്രധാനമാണ്. ഇതിനാലാണ് ഉണക്കച്ചെമ്മീൻ മലരും ഭരണിക്ക് പോകുന്നവർ വാങ്ങുന്നതും വീടുകളിൽ കോഴിയും പിടിയും തയ്യാറാക്കുന്നതും. ദേവി ദാരികനിൽ വിജയം വരിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു. ബലിയുടെ പ്രതീകമായാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത്. ഇത് ദുരിതങ്ങൾ മാറാനുള്ള വഴിപാടായും നടത്തുന്നു. മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നതാണ് പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട്. ദേവീക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്ക് മാറി ദേശീയപാത 17 ചേർന്ന് റോഡിൽ കിഴക്കുഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുരുമ്പ അമ്മയുടെ മൂലക്ഷേത്രമായ കുരുമ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ചേരൻ ചെങ്കുട്ടുവൻ പത്തിനിക്കടവുൾ പ്രതിഷ്ഠ നടത്തിയത് എന്ന് ചരിത്രം. എന്നാൽ പരശുരാമൻ തപസ് ചെയ്ത് പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും മഹാമേരു ചക്രത്തിൽ കാളിയെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചതെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. പിന്നീട് ശങ്കരാചാര്യരാണ് ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം.
ആദിപരാശക്തിയായ ഭദ്രകാളിയെ ആദ്യമായി കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 ദേവിമാരിൽ ലോകാംബികയെന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത്. കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനായി ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. കേരളത്തിലെ മറ്റ് കാളീക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ആറ്റുകാൽ, ചെട്ടിക്കുളങ്ങര പോലെയുള്ള പ്രസിദ്ധ ക്ഷേത്രങ്ങളിലും ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് ഐതിഹ്യം. ചൊവ്വ, വെള്ളി, ശനി, അമാവാസി, പൗർണമി, ഭരണി ദിവസങ്ങളിൽ ദർശനത്തിന് പ്രധാനം. ഭർത്താവിൻ്റെ മരണത്തിൽ മനംനൊന്ത് മധുര നഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദംബയായ പരാശക്തിയിൽ ലയിച്ചു മോക്ഷം നേടിയതായും കഥയുണ്ട്. വിദ്യാരംഭങ്ങളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചികത്തിലെ തൃക്കാർത്തിക നാളിൽ ദുർഗാനാശിനിയായ ദുർഗയായും ഭഗവതിയെ സങ്കല്പിക്കുന്നു. ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. കൊടുങ്ങല്ലൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടുകൊണ്ടിരിക്കെ ആണ് പെട്ടെന്നൊരു അത്ഭുതമെന്ന വണ്ണം നമുക്ക് മുന്നിൽ ഒരു കാഴ്ച കണ്ടത്. കൊടുങ്ങല്ലൂർ ദേവിയുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന സ്പാനിഷ് യുവതി കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം കയറി ഉറഞ്ഞു തുള്ളി വരുന്ന കാഴ്ച. വ്ളോഗറും സ്പാനിഷ് യുവതിയുമായ പൗള സഗാറ എന്ന യുവതി ഇന്ത്യയിലെത്തുന്നത് മാതാ അമൃതാനന്ദമയി വഴിയായിരുന്നു. ഭാരതീയ സംസ്കാരത്തെയും ആത്മീയതയെയും കുറിച്ചുള്ള അറിവ് തേടി നടക്കുന്നതിൻ്റെ ഭാഗമായാണ് അവർ കൊടുങ്ങല്ലൂരിലും എത്തിയത്. മാതാ അമൃതാനന്ദമയി ദേവിയാണ് പൗള സഗാറയ്ക്ക് നിത്യശ്രീ എന്ന പേര് കൂടി നൽകിയത്. അങ്ങനെ അവരുടെ പേര് നിത്യശ്രീ പൗള സഗാറ എന്നായി. കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം കിട്ടണമെങ്കിൽ അത്രയേറെ ഭാഗ്യം ചെയ്ത ജന്മമായിരിക്കണം എന്നാണ് വിശ്വാസം. ദൃശ്യങ്ങൾ പകർത്തവേ ഉള്ളിൽ ഒരു ശക്തി പടരുന്നതായി അനുഭവപ്പെടുകയും താളങ്ങളും പാട്ടുകളും മുറുകിയപ്പോൾ ആ ശക്തി ആവേശം കൂടുതൽ തീവ്രമാവുകയും ഉറഞ്ഞു തുള്ളുകയുമായിരുന്നു എന്നാണ് അവർ പിന്നീട് പറഞ്ഞത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ മുന്നിൽ ഉറഞ്ഞു തുള്ളിയ പൗള സഗാറയെ പിന്നീട് കൊണ്ടുവന്നത് അവകാശത്തറയിലേക്കാണ്. അവിടെ ഇരിക്കുന്ന പിലാപ്പള്ളി തറവാട്ടിലെ കാരണവന്മാർ വെള്ളവും പ്രസാദവും കൊടുത്ത് അവരെ ശാന്തയാക്കുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാം. ഉറഞ്ഞു തുള്ളിയ പൗള സഗാറ എന്ന വിദേശ വനിത അമ്മയുടെ ആത്മചൈതന്യം ഉൾക്കൊണ്ട് ഉറഞ്ഞാടിയ കാഴ്ചകൾ കണ്ടുനിന്നവരും കാഴ്ചക്കാരും ഭക്തജനങ്ങളും ഒരുപോലെ അമ്പരുന്നു. ഇത്രയും മനോഹരമായ ദേവീ ചൈതന്യം ഉൾക്കൊണ്ട ഒരു കാഴ്ച എനിക്ക് ഇവിടെ നിന്നും പകർത്താൻ കഴിഞ്ഞത് തന്നെ അമ്മയുടെ അനുഗ്രഹമാണ്. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം ആവാഹിച്ച ആദ്യ വിദേശ വനിതയായി പൗള സഗാറ അറിയപ്പെട്ടു. ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ ഭക്തിയുടെ ആനന്ദ ലഹരി നിറക്കുന്ന കാഴ്ചകളാണ്. പാട്ടും നൃത്തവും അതിനൊത്ത് താളം പിടിച്ചു അരമണികിലേക്കും വാള് ചുഴറ്റിയും കാണുന്ന കാഴ്ചകൾ. ഏതു ഭാഗത്ത് നോക്കിയാലും ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങളും കാഴ്ചകളും മാത്രമാണ് ഇവിടെ കാണുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ ഇവിടെ വരുന്ന ഓരോ ഭക്തനും അമ്മയോട് കരഞ്ഞു പറയുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാം. ഒരുപാട് സംഘടനകൾ ദേവസ്വത്തിന്റെ വിവിധ കൗണ്ടറുകളിൽ നിന്നും ലഭിക്കുന്നതാണ്.
പോലീസ് കമ്പാർട്ട്മെന്റിൽ കാത്തിരിക്കുന്നത് അവരവരുടെ കയ്യിലുള്ള പേഴ്സ്, സ്വർണ്ണാഭരണം, വിലപിടിക്കുന്ന സാധനങ്ങൾ എന്നിവ നഷ്ടപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. തിരക്കുള്ള സമയങ്ങളിൽ നടക്കേണ്ടതിനും മറ്റും കൂട്ടങ്ങളോട് നിൽക്കണം. കൂട്ടം തെറ്റിപ്പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുളത്തിൽ കുളിക്കേണ്ടതിന് ഭക്തജനങ്ങളും പ്രത്യേകം ആഗ്രഹമുണ്ടാകാം. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സക്രിയ ജീവിതത്തിലായി അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുങ്ങല്ലൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. ക്ഷേത്രങ്ങളിൽ എല്ലാ വഴിപാടുകൾക്കും ദേവസ്വം കല്യാണങ്ങളും രക്ഷീതെടുക്കുന്നു. പ്രധാന വഴിപാടിയ കഷ്ടമ, പത്ത്, സ്വർണ്ണപ്പായി, ആൽപൂജ എന്നിവ, നെയ്യ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗ്രാമ്പ്, ചിലമ്പ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ദേവസ്വത്തിന്റെ വിവിധ കൗണ്ടറുകളിൽ നിന്നും ലഭിക്കുന്നതാണ്.
അവരവരുടെ കയ്യിലുള്ള പേഴ്സ്, സ്വർണ്ണാഭരണം, വിലപിടിക്കുന്ന സാധനങ്ങൾ എന്നിവ നടത്തപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. തിരക്കുള്ള സമയങ്ങളിൽ നടക്കേണ്ടതിനും മറ്റും കൂട്ടങ്ങളോട് നിൽക്കണം. കൂട്ടം തെറ്റിപ്പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.